കൂട്ടുകാരെ, വെൽക്കം ടു വിനീത് വ്ളോഗ്സ്. ഇന്നത്തെ എൻ്റെ കണ്ടൻറ്റ് ഡ്രീം11 ആണ്. ഡ്രീം11 നമുക്ക് എങ്ങനെ ഒരു കോടി പ്രൈസ് മേടിക്കാം. ഇതെന്തുകൊണ്ടാണ് നോക്കുന്നത് വെച്ചാൽ, ഞാനും ഒരു ഡ്രീം11 അഡിക്റ്റുള്ള ഒരാളാണ്. ഞാൻ കണ്ടൻസൊക്കെ ചെയ്തിട്ടുണ്ട്, പല കോണ്ടസ്റ്റും ചെയ്ത് ചെറിയ വിൻസ് കിട്ടിയിട്ടുണ്ട്, വലുതായിട്ടൊന്നുമില്ലെങ്കിൽ. സോ ഇപ്പോൾ അതിൽ പുതിയൊരു തീം വന്നിട്ടുണ്ട്, ക്രോർപതി അയൽക്കാരുടെ ഇൻ്റർവ്യൂസൊക്കെ പോലെ. ഞാൻ നോക്കുമ്പോൾ മലയാളീസ് വളരെ കുറവാണ്. 1, 2 ഇന്നില്ല, ഒക്കെ പോകുന്ന നോർത്ത് ഇന്ത്യൻസാണ്. അപ്പം ഞാനൊരു ഡീറ്റെയിൽഡ് റിസർച്ച് പോലെ ഒന്ന് ചെയ്ത് നോക്കി, എന്താവും കാരണം, എന്തുകൊണ്ട് നോർത്ത് ഇന്ത്യൻസ്. ഞാൻ 49 കളി ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലായത് മൊത്തം നോർത്ത് ഇന്ത്യൻ ലോബിയാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. സോ അതൊരു നെഗറ്റീവ് അല്ല, അവർക്കതിൻ്റെ ട്രിക്കുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ ട്രിക്ക് എനിക്ക് കിട്ടിയത്, ഈ കിട്ടിയ ട്രിക്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ വീണ്ടും പറയുന്നു, എൻ്റെ ഫസ്റ്റ് ചാനലാണ്. സോ നിങ്ങളുടെ വ്യൂസും ലൈക്കും സബ്സ്ക്രിപ്ഷനും ഒക്കെ ആയാലാണ് എനിക്ക് കൂടുതൽ കണ്ടൻറ്റ് ഇടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വ്യൂസും ലൈക്കും സബ്സ്ക്രിപ്ഷനും കിട്ടുമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. ഹൗ ടു വിൻ ഡ്രീം11 1 crore. സോ ഫസ്റ്റ് ട്രിപ്പ് ഇതാണ്. ഇതിന് വേണ്ടത് നമുക്കൊരു ഗ്രൂപ്പാണ്, 4 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6, അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. അത് 6 പേര്, 2, 3 പറ്റില്ല, ഒരു 5, 6 പേരെങ്കിലും വേണം. എല്ലാവരും ഒരു 1000 രൂപ വെച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇത് 49 രൂപയാണ് ഇതിൻ്റെ കണ്ടസ്റ്റ്. സോ നമുക്ക് 20 ടീം ഇടാം. അങ്ങനെയാകുമ്പോൾ 980. ഒരാൾ 950 വെച്ചിട്ട് 6 ആളെ ഇട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്ക് ഒരു 120 ടീം ഇടാൻ പറ്റും. ഈ 120 ടീം 120 തരത്തിലിടണം. അത് മെയിൻ കാര്യമാണ്. നമ്മൾ ഒരേ ആൾക്കാർ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കുന്ന സച്ചിൻ, ഗാംഗുലി, ദ്രാവിഡ്, ലക്ഷ്മൺ അങ്ങനെയല്ല. ഇത് സച്ചിൻ, അത് കഴിഞ്ഞ് യുവരാജ്, അത് കഴിഞ്ഞ് ജവഹർ ശ്രീനാഥ്, അങ്ങനെ പല വെറൈറ്റിയിൽ ഇടണം. അതിൽ 6 ആൾ വേണമെന്ന് ഞാൻ പറഞ്ഞത്. മെയിൻ 6 ആൾ, 5 അല്ലെങ്കിൽ 6 ആൾ. ഇപ്പോൾ ഒരു 100 ടീം അല്ലെങ്കിൽ 120 ടീം നമുക്ക് കിട്ടും. ഇതിലിട്ടിട്ട് നമ്മുടെ പ്രൈസ് മണി ആകുമ്പോൾ ഏതാണ്ട് 6000 റുപ്യ എന്തായാലും നമുക്ക് ഇടേണ്ടി വരും. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 120 ടീമാണ്, എന്തായാലും 100 ടീമിൽ ഒരു ടീം എന്തായാലും ഒരു കോടി അടിച്ചിരിക്കും, ഡാം ഷുവർ. ഇതാണ് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഫസ്റ്റ്. കാരണം ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ്. സെക്കൻഡ് ട്രിപ്പ്, ഒരിക്കലും ഇന്ത്യൻ ടീമിനെ വെച്ചിട്ട് കളിക്കരുത്. കാരണം ഇന്ത്യൻ ടീം ഞാൻ കണ്ടു വെച്ചിട്ട് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ദ ഫൈനൽ ഓവേഴ്സ് ഇന്ത്യക്കാർ മരിച്ച കളിയാണ്. പണ്ട് തന്നെയാണ്. പണ്ട് എൻ്റെ വീട്ടിലൊക്കെ കളി കാണാനിരിക്കുമ്പോൾ 30 ഓവർ 35 ഓവർ വരെ ഇന്ത്യൻ ടീം കഴിഞ്ഞ് പോകും. അപ്പോൾ വീട്ടുകാർ TV ഓഫ് ചെയ്യുമ്പോൾ നിൽക്കുമ്പോൾ ഞാൻ പറയും വെയിറ്റ്. കാരണം 5 ഓവർ 40 ഓവർ കഴിഞ്ഞാൽ ആ 10 ഓവർ 60 പന്തിൽ 100 അല്ലെങ്കിൽ 150 റണ്ണെന്ന് കണ്ട പിന്നെ ഇന്ത്യയുടെ കളി അസാധ്യ കളിയാണ്. 47-48 ഓവറൊക്കെ ആകുമ്പോൾ 12 പന്തിൽ 5 റണ്ണാവും. അതാണ് ഇന്ത്യൻസ്. ആ ശൈലി എന്നും ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ IPL ആണെങ്കിൽ തന്നെ നമുക്ക് പ്രടിക്കാൻ പറ്റില്ല. സോ ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഒരിക്കലും ഇന്ത്യൻ ടീമിനെ വെച്ച് കളിക്കരുത്, വേറെ ടീംസ് ഇത് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യക്കാരുടെ കളീനെ പറ്റി കൂടുതൽ ഇന്ത്യൻ പ്ലേയേഴ്സ് ഇയാൾ പെർഫോം ചെയ്യുന്ന കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ 120 ടീം ഇട്ടിട്ട് സെറ്റ് ചെയ്താൽ ഡാം ഷുവർ നിങ്ങൾക്ക് ഒരു കോടി അടിക്കും. തേർഡ് ട്രിപ്പ് 5:30 to 6 മണി. കാരണം 6 മണിക്കൊക്കെയാണ് കളി സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ 1/2 മണിക്കൂർ മുന്നേ ലൈനപ്പ് ഇടും. ലൈനപ്പ് സ്റ്റാർട്ടാകുമ്പോൾ തന്നെ നമ്മളതിൽ റെഡി ആയിരിക്കണം, പ്ലാനിങ് ചെയ്തിട്ട്. കാരണം നമ്മളിടുന്ന ടീം അതിൽ ചിലപ്പോൾ ഒരാൾ ഉണ്ടാവില്ല. ആ അൺഅനൗൺസ്ഡ് പ്ലെയർ അവിടെ ഫോക്കസ് ചെയ്യണം. അത് കറക്റ്റ് സ്ഥിതിക്ക് തന്നെ വേണം. പിന്നെ നമ്മൾ TV കളി കാണുന്ന വേണം. TV കളി കണ്ടില്ലെങ്കിൽ ഇതല്ല. കാരണം എനിക്ക് അബദ്ധങ്ങൾ പറ്റിയത്, ഞാൻ TV കളികൾ നമ്മൾ ഓൺ ചെയ്തിട്ടിട്ട് അതുപോലെ യൂട്യൂബ് റിവ്യൂസും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആളിടുന്നത്. അതൊരിക്കലും ശരിയാവില്ല. നമ്മൾ കളി കാണുക തന്നെ വേണം. ഓരോ ഓവർ എങ്ങനെ പോകുന്നു, ആൾ ഇങ്ങനെ പറ്റുന്നതൊക്കെ കറക്റ്റ് ഫോക്കസ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ട്രിക്സ്. അപ്പോൾ നിങ്ങളിത് മുന്നോട്ട് പോകുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ആരെങ്കിലും ഒരാൾ കോടീശ്വരനാവട്ടെ. ആയിക്കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.